ചേരുകയാണ്. കൊച്ചി KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഷീന മാർട്ടിൻ കൂടി ചേരുന്നുണ്ട്. ഷീന, സ്ത്രീകളെ സംബന്ധിച്ച വലിയൊരു വാഗ്ദാനമായിരുന്നു UDF പ്രകടന പത്രികയിലൂടെ പ്രഖ്യാപിച്ചത്. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അതിന്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടി ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. ഏത് രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് KSRTC ബസ്സിൽ സഞ്ചരിക്കുന്ന സ്ത്രീകളിൽ നിന്ന് ലഭിക്കുന്നത്? ഷീന, പറയൂ. വിനിഷ, ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. അപ്പോൾ ഈ മെയ് 15 മുതലാണ് ഈ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരുന്നത്, അല്ലെങ്കിൽ UDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് കരുതിയിരുന്നത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് വൈകിപ്പോയെങ്കിലും ഇപ്പോൾ ഇതാ ആദ്യം നടന്ന ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ VD സതീശൻ മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ സൗജന്യ യാത്ര ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടെയുള്ള കുറച്ച് സ്ത്രീകളോട് ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാം. ആദ്യ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. നല്ല അഭിപ്രായമായിട്ട് തോന്നുന്നു. നല്ല കാര്യം. ഞങ്ങളുടെ മോളെപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട്, ഞാൻ വല്ലപ്പോഴും. ഇതിലെ വിശദാംശങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് എത്ര ദൂരം പോകാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങോട്ടേക്കുള്ള യാത്രകളാണ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സന്ദർശിക്കാൻ കഴിയും, അങ്ങനെയൊക്കെയുള്ള വിശദാംശങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം എന്താണ് പ്രതീക്ഷിക്കുന്നത്? അതിൽ സന്തോഷം. കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷകളുണ്ടോ? എത്ര യാത്രകൾ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, സന്തോഷം. തീർച്ചയായും ഇവരുടെയൊക്കെ ഒരു സന്തോഷം, അതായത് ഈ യാത്രകൾ ചെയ്യുന്നവർ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നവർ, ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഉള്ളൊരു സന്തോഷവും കൂടി ഈ യാത്രയിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നാണ് കഴിയുന്നത്. UDFിന്റെ പ്രഖ്യാപനം ഇപ്പൊ ഞാൻ കാശ് കൊടുത്താണ് പോകുന്നത്. എനിക്കറിയില്ല, ഉപകാരപ്പെടുമായിരിക്കും. നമ്മൾ ഈ സ്ത്രീകളുടെ അഭിപ്രായം മാത്രമല്ല ചോദിക്കേണ്ടത്, പുരുഷന്മാരുടെ അഭിപ്രായവും കൂടെ ചോദിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. സ്ത്രീകൾക്കൊരു സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ, പുതിയ സർക്കാർ. നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നുന്നത്. സ്ത്രീകൾക്ക് മാത്രമാണ് സൗജന്യ യാത്രയുള്ളത് എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും എനിക്കതിൽ എതിർപ്പൊന്നുമില്ല. ഇല്ല ഇല്ല. അതിനാണ് പുരുഷന്മാർക്കും അതിലൊരു എതിരഭിപ്രായമില്ല, ആർക്കും അതിലൊരു എതിരഭിപ്രായമില്ല. കാരണം എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. ആന്റി, എന്ത് തോന്നുന്നു? AC ബസ്സിലും എല്ലാം കൊടുക്കുവോ? വിശദാംശങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. എന്നാലും KSRTC ബസ്സുകളിൽ എന്ന് പറയുമ്പോൾ കൊടുക്കണമെന്നുള്ളതാണ്. നല്ല കാര്യം. ഏതായാലും ആന്റിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ഇല്ല. KSRTC ബസ്സുകളിൽ എന്ന് പറയുമ്പോൾ AC ബസ്സുകളിലും കൂടി ഇത് വേണം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു AC ലോ ഫ്ലോർ ബസ്സിലാണ്. അപ്പോൾ ഈ ബസ്സിലും കൂടി ഇത്തരം ഒരു സേവനം വേണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. പുതിയ പരിഷ്കരണം KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയാനുണ്ട്. പ്രത്യേകിച്ചൊന്നും പറയില്ല. സന്തോഷമുണ്ടോ? സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണോ? യാത്ര ചെയ്യണം. സ്ഥിരമായി യാത്ര ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ കുറച്ചും കൂടി ഭദ്രമാക്കുന്നതിന് ഉപകാരപ്പെടുമല്ലോ. എനിക്കതൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് ചില അഭിപ്രായമില്ല എന്നാണ് പലരും പറയുന്നത്. ഷീനയാണ്. KSRTC ബസ്സിൽ നിന്നാണ് പ്രതികരണം എടുത്തത്. സഡൻ റിയാക്ഷൻ ആയതുകൊണ്ടാകാം വലിയ രീതിയിലുള്ള പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഏതായാലും ഏറ്റവും ജനപ്രിയ പ്രഖ്യാപനം തന്നെയാണ്. ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്ന ഒരു പ്രഖ്യാപനം കൂടെയാണ് KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്ന് പറയുന്നത്. നിരന്തരം ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായി KSRTC ബസ്സിനെ ആശ്രയിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബസ് യാത്രികരായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം KSRTCയുടെ വരുമാന വർധനവിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. കാരണം നിരവധി ആളുകൾ ബസ്സിനെ ആശ്രയിച്ച് സഞ്ചരിക്കാൻ പോകുന്നു എന്നുള്ളതും മറ്റൊരു കാഴ്ചയായി മാറും. ഏതായാലും ജനപ്രിയ പ്രഖ്യാപനങ്ങളോടുകൂടിയാണ് UDF മന്ത്രിസഭ അധികാരമേറ്റ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ അത്തരത്തിലുള്ള തീരുമാനമാണ് വന്നത്. അതൊക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി VD സതീശൻ.